നാരായണൻ ദിവ്യയോട് കുറേ തവണ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ദിവ്യയുടെ അച്ഛൻ വരുന്നത്. അച്ഛനോടും നാരായണൻ ദിവ്യയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചു. അപ്പോൾ അച്ഛൻ നല്ലവനെപ്പോലെ അഭിനയിച്ചു. മോൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തിത്തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അച്ഛന്റെ ആത്മഹത്യാ ഭീഷണിയോർത്ത് പേടിച്ച ദിവ്യ അപ്പോഴും മറുപടിയൊന്നും പറയാതെ നിന്നു. ഇനി ദിവ്യയുടെ പിന്നാലെ നടക്കരുതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ നാരായണന് ദേഷ്യം വന്നു. അവൻ അച്ഛനോട് വഴക്കുണ്ടാക്കി. ഇത് കണ്ട ദിവ്യ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോയി. പോകുന്ന വഴിയിൽ അച്ഛൻ വണ്ടി നിർത്തുകയും ദിവ്യയോട് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തു. അവിടെ വച്ചാണ് അച്ഛന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നത്. ഞാൻ വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ നീ അവനോട് യെസ് പറയുമായിരുന്നല്ലേ എന്ന് ഒരു സൈക്കോയെപ്പോലെ അദ്ദേഹം ചോദിച്ചു. അവളെ ഒരു മോശം പെണ്ണിനെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ഒരു കല്ലെടുത്ത് സ്വന്തം തലയിൽ തന്നെ അടിച്ചും മറ്റും പേടിപ്പിച്ചു. അച്ഛന്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ ദിവ്യയ്ക്ക് സഹിച്ചില്ല. ഇനി ഞാൻ എന്തായാലും നാരായണന്റെ കൂടെയേ ജീവിക്കൂ എന്നുറപ്പിച്ചു പറഞ്ഞ് അവൾ നാരായണന്റെ അടുത്തേക്ക് പോകാൻ നടന്നു. ഇത് കണ്ടതും ദേഷ്യം വന്ന അച്ഛൻ ഒരു വലിയ കല്ലെടുത്ത് അവളുടെ നേരെ എറിഞ്ഞു. നീ അവനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് അയാൾ ദിവ്യയോട് പറഞ്ഞു. എനിക്ക് നാരായണനെ മതി എന്ന് ദിവ്യ പറഞ്ഞു. അപ്പോഴേക്കും നാരായണൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അച്ഛൻ വീണ്ടും അവളെ കല്ലുകൊണ്ടിടിച്ചു. നാരായണൻ അവളുടെ അടുത്തെത്തിയപ്പോഴേക്കും ദിവ്യ മരിച്ചിരുന്നു. നാരായണനെയും കൊല്ലാൻ നോക്കിയ അച്ഛനെ അവൻ അടിച്ചു വീഴ്ത്തി. ജീവനായ ദിവ്യയെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ തകർന്നിരിക്കുന്ന നാരായണനും ഈ ലോകത്തോട് വിട പറഞ്ഞു.